ആ അപ്പം കഴിഞ്ഞ ദിവസം നമുക്ക് നല്ല വലിയ കല്ലുമ്മക്കായ കിട്ടിയായിരുന്നു. അതൊക്കെ ഒന്ന് എല്ലാം ഒന്ന് വൃത്തിയാക്കി കഴുകി ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് നിൽക്കുകയാണ് ഞാനിങ്ങനെ. ഇവന് എന്താ ചെയ്യാന്നിങ്ങനെ ആലോചിക്കുകയാണ്. ഫ്രൈ ചെയ്യാമെന്ന് ഞാൻ ഓർക്കുന്നു. ഫ്രൈ ചെയ്താൽ പോരെ? നമുക്ക് കുറച്ച് ഉള്ളിയൊക്കെ ഇട്ട് റോസ്റ്റ് ചെയ്തിട്ട് അത് തന്നെ, കൊച്ചുള്ളി കൂടുതലിട്ട് ഒരു റോസ്റ്റും അല്ല, നമ്മുടെ സ്ഥിരം പരിപാടിയാണ്. റോസ്റ്റും അല്ല ഫ്രൈയും അല്ലാത്തൊരു സംഭവം അത് ചെയ്യാം. ഇത്ര വലുപ്പമുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആണോ? ടേസ്റ്റ് ആയിരിക്കും. ഇവനെ നമുക്കിന്ന് ഫ്രൈയും റോസ്റ്റും അല്ലാത്തൊരു രീതിയിൽ, ബീഫ് അന്ന് ചെയ്ത പോലെ ഫ്രൈയും അല്ല റോസ്റ്റും അല്ലാത്തൊരു രീതിയിൽ നമുക്കൊന്ന് പൊളിച്ചടുക്കി എടുക്കാം അല്ലേ? വേഗം പോയി നമുക്ക് ഉണ്ടാക്കിയിട്ട് വരാം. വരൂ. ഫ്രൈയോ റോസ്റ്റോ ഒക്കെ ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ആദ്യം കല്ലുമ്മക്കായ ഒന്ന് നല്ലപോലെ മസാലയൊക്കെ പരട്ടി ഒന്ന് വേവിക്കാൻ വെക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായയിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മീറ്റ് മസാല പൊടി, വീട്ടിൽ പൊടിച്ച ഗരം മസാല ഉണ്ടെങ്കിൽ അതും, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് നമ്മൾ വേവിക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് തട്ടി വെള്ളം ഒന്നും ഒഴിക്കാൻ നിൽക്കേണ്ട. അതിൽ നിന്ന് വെള്ളം വന്നോളും. അടച്ച് വെച്ചതാ ഇതുപോലെ വേവിച്ച് നല്ല പറ്റിച്ചങ്ങെടുക്കാം. ഈ ഒരു പരുവത്തിലാവുമ്പോഴത്തേക്കിനും തീയങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി വേറൊരു പാൻ അടുപ്പിലോട്ട് വെക്കുക. അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് കുറച്ച് തേങ്ങ കൊത്തിട്ട് കൊടുത്ത് അതും ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അതൊരു ബ്രൗൺ നിറമായി കഴിയുമ്പോൾ അതിലേക്ക് പച്ചമുളകും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. അടച്ചു വെച്ചാൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ എണ്ണ ആദ്യം ഒഴിച്ചത് കുറച്ചേ ഒഴിച്ചുള്ളൂ. അപ്പം ചെറുതായിട്ടൊന്ന് അടുക്കി പിടിക്കുന്ന പോലെ തോന്നിയപ്പോൾ ഞാൻ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു. ഒരുമാതിരി ഒന്ന് വഴഞ്ഞിട്ട് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കല്ലുമ്മക്കായ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളി അങ്ങ് ഒരുപാട് വെന്തലിയുന്നതിന് മുമ്പേ തന്നെ കല്ലുമ്മക്കായ ഇട്ടോ കേട്ടോ. കാരണം കല്ലുമ്മക്കായ ഉള്ളിയൊക്കെ ഒരുപോലെ കിടന്ന് നല്ല മൊരിഞ്ഞ് ഫ്രൈ ആയിട്ട് വരും. അങ്ങനെ തീ കുറച്ച് വെച്ച് ഇളക്കി നല്ല ഒരു മൊരിമുരാന്നുള്ള പരുവാകുമ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും നല്ല ക്രിസ്പിയും ആയിട്ടുള്ള നമ്മുടെ കല്ലുമ്മക്കായ റോസ്റ്റ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതാ നല്ല മൊരാന്നിരിക്കുന്നുണ്ട്. ആദ്യം എനിക്കൂടെ കഴിക്കുന്നതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചുള്ളൂ. പക്ഷെ അത് എണ്ണ കുറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ അടുക്കി പിടിക്കുന്ന പോലെ തോന്നിയപ്പോൾ ഞാൻ പിന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചപ്പോൾ സെറ്റാണ്. കഴിക്കാൻ പറ്റത്തില്ലേ? കഴിക്കാം, കുറച്ച് കഴിക്കാം, ഒരുപാടൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ദായാന് ഒരു പീസ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുവാണേ. എല്ലാം സെറ്റായില്ലേ? അപ്പം നമ്മുടെ കല്ലുമ്മക്കായ റോസ്റ്റ് ഫ്രൈ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഭയങ്കര ടേസ്റ്റി ആണെന്ന് ഞാൻ പറയും. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.